മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. പാറ്റൂരിൽ സ്ത്രീയെ ആക്രമിച്ച സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തായിരിക്കുന്നു. പാറ്റൂർ മുതൽ അക്രമി സ്ത്രീയെ പിന്തുടരുന്ന ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അക്രമത്തിന് മുമ്പ് വാക്കുതർക്കമുണ്ടായതും പ്രതി പാറ്റൂർ ഭാഗത്തേക്ക് പോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്തായാലും വിവരങ്ങളുമായി VV വിനോദാണ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. വിനോദ, വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ച ഒരു സംഭവമാണ്. ഇത്രയും ദിവസം പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാൻ പറ്റുന്നില്ല എന്നുള്ളത് പോലീസിനെ വലിയ നാണക്കേടിലേക്കും അതോടൊപ്പം തന്നെ വിമർശനങ്ങളിലേക്കും ഒക്കെ തള്ളിവിട്ടൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. ഈ പ്രതിയെ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള ഒരു തെളിവ് അത് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് ലഭ്യമാണോ? സഹിത്ത് ആര്യ, കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഒരു തെളിവ് തന്നെയാണ് പോലീസ് ശേഖരിച്ചിരിക്കുന്നത്. പാറ്റൂരിൽ നിന്ന് മൂലവിളാകം ഭാഗത്തേക്കായിരുന്നു ഈ വീട്ടമ്മ സഞ്ചരിച്ചത്. ഇവരെ പിന്തുടരുന്ന ദൃശ്യങ്ങളാണ്. വീടിന് തൊട്ടു മുമ്പിൽ വെച്ചാണ് ഇവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. പരമാവധി CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. സമീപത്തെ സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും അടക്കമുള്ള CCTV ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി തുടരന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ വലിയ വിമർശനം ഉയരുന്നത് ഇപ്പോൾ 2 ആഴ്ച ആകുന്നു ഈ സംഭവം നടന്നിട്ട്, സ്ത്രീ ആക്രമിക്കപ്പെട്ടിട്ട്. ഇതുവരെയും പ്രതിയെക്കുറിച്ച് മറ്റ് തെളിവുകൾ, കാര്യമായ പ്രതിയിലേക്ക് എത്തുന്ന നിലയ്ക്കുള്ള തെളിവുകൾ കണ്ടെത്തുന്നതിന് പോലീസിന് സാധിച്ചിട്ടില്ല. ഇങ്ങനെ പിന്തുടർന്ന്, അതായത് പോലീസ് പറയുന്നതല്ല, ഈ പ്രദേശവാസികൾ ചിലർ പറയുന്നത് തമ്പുരാമുക്കിൽ നിന്ന് വന്ന ഇരുചക്ര വാഹനമാണ് പ്രതി, അതായത് ഈ വീട്ടമ്മ സഞ്ചരിച്ചതിന് എതിരെ സഞ്ചരിക്കുകയും പിന്നീട് പിന്തുടർന്നു, അങ്ങനെ ഒരു സംശയം കൂടിയുണ്ട്. അതല്ല, ഈ മരുന്ന് വാങ്ങി വരുന്ന വഴിയിൽ അവിടെ മുതൽ തന്നെ വീട്ടമ്മയെ പിന്തുടർന്നു എന്ന തരത്തിലുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഈ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്ന വീട്ടമ്മയെ മറ്റൊരു ഇരുചക്ര വാഹനത്തിൽ പിന്തുടരുകയും അവരുടെ വീട്ടിലേക്ക് കയറുന്നതിന് മുൻപാണ് അവരെ ശാരീരികമായി ആക്രമിക്കുകയും ചെയ്തത്. ഏതാണ്ട് 3ഓളം പേരെ വീട്ടമ്മയെ പോലീസ് കാണിച്ചു കൊടുത്തു. പ്രതികളെന്ന് സംശയിക്കുന്ന ആളുകളാണ്, പക്ഷെ അവർ അല്ല തന്നെ ആക്രമിച്ചതെന്നാണ് വീട്ടമ്മ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. രേഖാചിത്രം തയ്യാറാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. കൂടുതൽ പ്രതികൾ എന്ന് സംശയിക്കുന്ന ആളുകളെ, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലാകട്ടെ ഈ പ്രതിയെ പിടിക്കാത്തതിൻ്റെ പേരിൽ വലിയ പ്രതിഷേധ പരിപാടികൾ, പ്രത്യേകിച്ച് മഹിളാ കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ മഹിളാ മോർച്ചയുടെയും ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ കമ്മീഷണർ ഓഫീസിലേക്കും പേട്ട പോലീസ് സ്റ്റേഷനിലേക്കുമൊക്കെയും ഈ മാർച്ചുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ പ്രതിയെ പിടിക്കാത്തതിലുള്ള പ്രതിഷേധ പരിപാടികൾ തുടരുന്നു. പ്രധാനപ്പെട്ട കാര്യം, 5 മാസത്തിനിടയിൽ തിരുവനന്തപുരം നഗരത്തിലെ 5 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ 7 സ്ത്രീകളാണ് ആക്രമിക്കപ്പെട്ടത്. നവംബറിൽ മാത്രം 3 സ്ത്രീകൾക്ക് നേരെ അക്രമമുണ്ടായി. പല കേസുകളിലും പ്രതികളെ പിടികൂടി. പ്രതികളെ കണ്ടെത്താനാകാത്ത കേസുകളുമുണ്ട്. ഇങ്ങനെ സ്ത്രീ സുരക്ഷ സംബന്ധിച്ചുള്ള വലിയ വിമർശനങ്ങൾ പോലീസ് കേൾക്കേണ്ടിയും വരുന്നു. ഏതായിരുന്നാലും ഈ പാറ്റൂർ സംഭവത്തിൽ പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും പോലീസ് ഊർജിതമായി നടത്തുന്നുണ്ട്. സജിത്ത്, ആര്യ.